ഞാനേ ഒരു ക്യൂട്ട് ഡ്രോയിങ് ചെയ്യാട്ടോ. ഈ ബുക്ക് കഴിഞ്ഞ വർഷം വാങ്ങിച്ചതാണ്. അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞെടുത്ത് ഒരെണ്ണം ചെയ്തു, പിന്നെ ഇത് തൊട്ടിട്ടില്ല. ഇപ്പോ എൻ്റെ മനസ്സിൽ ഒരു ചിത്രം വന്നു. അപ്പൊ ഞാനൊന്ന് അത് ഈ ഡ്രോയിങ് ബുക്കിലേക്ക് വരയ്ക്കാന്ന് കരുതിട്ടോ. പിന്നെ ഈ ഒരു ഡ്രോയിങ് ബുക്കിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസ് ആവുമെന്ന് ഉറപ്പുള്ളത് മാത്രമേ ഞാൻ അതിൽ വരയ്ക്കുള്ളൂ. കാരണം പാളിപ്പോണത് വരച്ച് ഈ ബുക്ക് അത്ര ചീത്തയാക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് പരീക്ഷണങ്ങളൊക്കെ ചെയ്യണത് വേറെ ബുക്കിലായിരിക്കും, അല്ലെങ്കിൽ വേറെ പേപ്പറിലൊക്കെ ആയിരിക്കും ഞാൻ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് കുഴപ്പമില്ല, എന്തായാലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്ന് കോൺഫിഡൻസ് ഉള്ളത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഈ ഒരു ചിത്രം അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉള്ള ചിത്രമായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ നേരെ ഈ ബുക്ക് തന്നെ എടുത്തു അങ്ങ് വരച്ചു തുടങ്ങി. അപ്പോൾ എനിക്ക് വരയ്ക്കാൻ വലിയ കഴിവൊന്നുമില്ല. അപ്പൊ അത്യാവശ്യം കഴിവ് ഇതേപോലെ എന്നെ പോലെ കുറച്ച് കഴിവുള്ളവർക്കൊക്കെ വരയ്ക്കാൻ പറ്റിയ ഒരു ചിത്രമാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇത് എളുപ്പമുള്ള ഒരു ചിത്രമാണ് കേട്ടോ. ആദ്യം എന്താ ബ്രഷ് പെൻ എടുത്തിട്ട് ഒരു ഫ്ലവർ ഇങ്ങനെ വരച്ചു കൊടുത്തു. അതിന്റെ ഉള്ളിൽ ഒരു റൗണ്ട് വരച്ചു കൊടുക്കണം കേട്ടോ. അത് ചെറിയ കുപ്പിയിലടപ്പോ എന്തെങ്കിലുമൊക്കെ എടുത്താൽ മതി. അത് വെച്ചിട്ട് വരച്ചു കൊടുത്തിട്ട് ഇതാ ഈ രീതിയിലൊക്കെ ഒരു പൂവ് വരച്ചെടുക്കുക. എന്നിട്ട് അത് ഷെയ്ഡ് ചെയ്യുക. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് അതേ കളറിലുള്ള പേനയാണ് കേട്ടോ. അതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഇങ്ങനത്തെ പേനകളൊക്കെ, കളർ പെൻസൊക്കെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അത് വെച്ചിട്ടാണ് അതിന്റെ ഔട്ട്ലൈൻ വരച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ചിത്രത്തിന്റെ ഭംഗി ഇരിക്കുന്നത് ആ ഔട്ട്ലൈനിലാണ് കേട്ടോ. പിന്നെ പേസ്റ്റൽ കളറ് ബ്രഷ് പെന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായിരുന്നു അത്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഡാർക്ക് ബ്രൗൺ ഉള്ള ആ പേന കൊണ്ടാണ് വരച്ചു കൊടുത്തത്. പിന്നെ ഞാൻ കുറച്ച് ലീഫും കൂടി അവിടെ എവിടെയൊക്കെ ഒന്ന് വരച്ചു കൊടുത്തു. പിന്നെ ഒരുപാട് വരച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കൊളായി പോയാലോ എന്നൊരു പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. പിന്നെ നടുവിൽ എന്തെഴുതും എന്ന് കുറേ ആലോചിച്ചു. ലാസ്റ്റ് തോന്നി ബ്യൂട്ടിഫുൾ എന്നുള്ള വാക്ക് തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പം ഞാനതൊരു പെൻസിൽ വെച്ച് ആദ്യം എഴുതി കൊടുത്തു. അതിൻ്റെ മുകളിൽ കൂടെ ഒരു മാർക്കർ വെച്ചിട്ട് ബ്യൂട്ടിഫുൾ എന്ന് എഴുതി. അപ്പം നിങ്ങൾക്ക് ഈ ആർട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർ, ആർട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.